നമസ്കാരം. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങൾ ഒരാളായ വിജയ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് വഴിയും വാർത്തകൾ നിറയുന്നുണ്ട്. അതുപോലെ നടൻ വിജയും തൃഷയും തമ്മിലുള്ള ബന്ധം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയ്ക്കും കാരണമായിരിക്കുകയാണ്. നടന്റെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയുമായി രംഗത്തെത്തിയതോടെയാണ് വിഷയം ആളിക്കത്തുന്നത്. വിവാദം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കത്തി നിൽക്കുകയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള നീക്കങ്ങൾ സജീവമാകുന്നതിനിടെ നടനും തമിഴക വെട്രിക്കഴകം നേതാവുമായ വിജയ്ക്ക് വ്യക്തിപരമായ വെല്ലുവിളി നേരിടുന്നുണ്ട്. ഭാര്യ സംഗീത വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്തേക്കാം. ഏപ്രിൽ 23-ന് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പും അതിനായുള്ള ഒരുക്കങ്ങളും സജീവമായിരിക്കെയാണ് വിജയുടെ രാഷ്ട്രീയ ഭാവി സംബന്ധിച്ച ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ചൂടുപിടിക്കുന്നത്. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നാളുകളാണ് വിജയ്ക്കിത്. വർഷങ്ങളായി സ്വപ്നം കാണുന്ന അധികാര കസേര അരികിൽ. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. ഇതിനിടെ വിവാഹമോചന കേസും ഏപ്രിൽ 20-നാണ് സംഗീത നൽകിയ ഡിവോഴ്സ് ഹർജി കുടുംബ കോടതി പരിഗണിക്കുന്നത്. ഏപ്രിൽ 23-നാണ് തമിഴ്നാട് തെരഞ്ഞെടുപ്പ്. വിജയുടെ രാഷ്ട്രീയ ഭാവി തീരുമാനിക്കുന്നതിൽ വ്യക്തി ജീവിതത്തിനും വലിയ പങ്കുണ്ടാകും. ഇപ്പോഴത്തെ വിജയെക്കുറിച്ച് തമിഴ്നാട് ഫിലിം ജേർണലിസ്റ്റ് ചന്ദ്രൻ പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത്. നാമനിർദ്ദേശ പത്രിക നൽകുമ്പോൾ വിജയുടെ സ്വത്ത് വിവരങ്ങൾ പുറത്തുവരും. എത്ര സ്വത്തുണ്ടോ അതിന്റെ എല്ലാം വിവരം നൽകിയാൽ പ്രശ്നമേ ഇല്ല. പക്ഷേ സ്വത്തിൽ പാതി സംഗീതയ്ക്ക് ലഭിക്കും. കോടതിയിൽ സംഗീത ആവശ്യപ്പെടുന്നതും അതാണ്. വിജയ് പക്ഷേ സ്വത്ത് മുഴുവൻ കാണിക്കില്ല. സ്വത്തിൽ ഭൂരിഭാഗവും മറിച്ച് കുറച്ച് സ്വത്ത് മാത്രം കാണിക്കും. അങ്ങനെ ചെയ്താൽ എവിടെയൊക്കെ സ്വത്തുക്കളുണ്ടെന്ന വിവരം സംഗീത പുറത്തുവിട്ടാൽ അത് വലിയ പ്രശ്നമാകും. ഔദ്യോഗിക രേഖകൾ ഉൾപ്പെടെ കാണിച്ച് സ്വത്തിന്റെ വിവരങ്ങൾ സംഗീത പുറത്തുവിട്ടാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജയെ വിലക്കുമെന്നും അന്തരൻ പറയുന്നു. എന്തുകൊണ്ട് ഇലക്ഷന്റെ മുൻപ് സംഗീത ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയെന്ന ചോദ്യത്തിന് ഉത്തരമായാണ് അന്തരന്റെ പരാമർശം ഇപ്പോൾ ചർച്ചയാകുന്നത്. ധനികനാണ് വിജയ്. 26 വർഷം നീണ്ട വിവാഹബന്ധം, മക്കളുടെ വിദ്യാഭ്യാസം, ഭാവി എന്നിവയെല്ലാം പരിഗണിച്ച് വലിയ ജീവനാംശം വിജയിൽ നിന്നും സംഗീതയ്ക്ക് ആവശ്യപ്പെടാം. എന്നാൽ സ്വത്തുക്കൾ കൈവിട്ടു പോകാതിരിക്കാനുള്ള ശ്രമം വിജയ് നടത്തുന്നുമുണ്ട്. ചെന്നൈയിലെ തന്റെ പ്രധാന സ്വത്തുക്കളിൽ പലതും വിജയ് വിൽക്കുന്നുണ്ടെന്ന അഭ്യൂഹങ്ങളുണ്ട്. അണ്ണാനഗറിലെ പ്രോപ്പർട്ടി 35 കോടി രൂപയ്ക്ക് വിറ്റു. ഒരു വർഷത്തോളമായി വിൽപ്പനയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നുള്ള കാരണങ്ങളാൽ 35 കോടിക്ക് ഡീൽ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. 2 പ്രോപ്പർട്ടികൾ കൂടി ഇത്തരത്തിൽ വിൽക്കാൻ നീക്കം നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട്. പാർട്ടിയിലേക്കുള്ള ഫണ്ടിങ്ങിന് വേണ്ടിയല്ല ഈ വിൽപ്പനയെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒളിക്കാനും മറയ്ക്കാനും ഒരുപാടുള്ള വിജയ്ക്ക് എങ്ങനെ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകാനാകുമെന്ന ചോദ്യങ്ങൾ ഇതിനോടകം വരുന്നുണ്ട്. വിജയുടെ മകൻ ജേസൺ സഞ്ജയാണ് ഈ നിർണായക സമയത്ത് വിവാഹമോചന ഹർജി നൽകാൻ അമ്മയെ പ്രേരിപ്പിച്ചതെന്നും വിജയ് തോൽക്കുന്നത് മകന് കാണണമെന്നും ഫിലിം ജേർണലിസ്റ്റ് ബിസ്മി നേരത്തെ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകം ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. BJP-യുമായി സഖ്യമുണ്ടാകുന്നതിനെ പറ്റി അഭ്യൂഹങ്ങൾ പ്രചരിച്ചെങ്കിലും 234 മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് TVK നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ 60 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി അഭിമുഖങ്ങൾ വിജയ് പൂർത്തിയാക്കുകയും ചെയ്തു. വിജയ് ചെന്നൈയിലെ പെരമ്പൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ വ്യക്തമാവുന്നത്. നേരത്തെ തിരുച്ചി, നാഗി എന്നിവിടങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് ചർച്ചകൾ ഉയർന്നെങ്കിലും പെരമ്പൂരിൽ TVK ഒരു AC തെരഞ്ഞെടുപ്പ് ഓഫീസ് തുറന്നതുൾപ്പെടെയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത് പെരമ്പൂർ മണ്ഡലത്തിൽ വിജയ് മത്സരിക്കുമെന്ന സൂചനയായി കണക്കാക്കുന്നുണ്ട്. എന്നാൽ വിജയുടെ തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിന് തടസ്സമായേക്കാവുന്ന ഒരു പ്രധാന വിഷയമാണ് ഭാര്യ സംഗീതയുമായുള്ള വിവാഹമോചന കേസ്. വിജയ്ക്ക് ഒരു നടിയുമായി വിവാഹേതര ബന്ധമുണ്ടെന്നും തന്നോട് അവഗണന കാണിച്ചെന്നും ആരോപിച്ച് സംഗീത ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഈ വിഷയം 2021 ഏപ്രിൽ മുതൽ തുടങ്ങിയതാണെന്നും സംഗീത ആരോപിക്കുന്നുണ്ട്. വിജയുടെ സാമൂഹിക നിലവാരത്തിനും സ്വത്ത് വിവരങ്ങൾക്കും അനുസരിച്ചുള്ള ജീവനാംശവും വിവാഹമോചന കേസ് തീരും വരെ നീലാങ്കരയിലെ വീട്ടിൽ താമസിക്കാൻ അനുമതിയും സംഗീത ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏപ്രിൽ 20-ന് ചെങ്കൽപ്പേട്ട് കുടുംബക്ഷേമ കോടതി ഈ കേസ് പരിഗണിക്കും. ഇത് വിജയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. എന്തായാലും വിവാഹമോചനം ഔദ്യോഗികമായി നടത്താത്തതുകൊണ്ട് വിജയ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ ഭാര്യയുടെ സ്വത്ത് വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തേണ്ടി വരും എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിൽക്കുകയാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നതിനാൽ സംഗീതയുടെ സ്വത്ത് വിവരങ്ങൾ നൽകുന്നതിൽ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ വിജയുടെ നാമനിർദ്ദേശ പത്രിക തള്ളാൻ സാധ്യതയുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബ്രിട്ടനിൽ ഉൾപ്പെടെ കോടികളുടെ ആസ്തിയുള്ള വ്യക്തിയാണ് സംഗീത. അങ്ങനെ സംഭവിച്ചാൽ വിജയ്ക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും വന്നേക്കും. 1999-ൽ വിവാഹിതരായ ഇവർ 27 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിലാണ് വേർപിരിയുന്നത്. കരൂർ CBI അന്വേഷണം, ജനനായകൻ സിനിമയുടെ റിലീസ് തടസ്സങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള മറ്റു വെല്ലുവിളികളും വിജയ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണിപ്പോൾ.
ഈ വിവാഹമോചന കേസ് വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ഒരു നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധം ആരോപിച്ചു തന്നെയാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത കോടതിയിൽ സമീപിച്ചത്. ആ നടി തൃഷ കൃഷ്ണനാണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് തൃഷയും വിജയും ഒരുമിച്ചൊരു വിവാഹത്തിന് എത്തിയതും. ഇതോടെ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതായുള്ള വാർത്തകളും പരന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തൃഷയും വിജയും വിവാഹിതരായേക്കുമെന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് തൃഷയുടെ അമ്മ ഉമാകൃഷ്ണൻ ലൈക്ക് ചെയ്തതായാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഈ പ്രതികരണം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവവികാസങ്ങൾ നടക്കുന്നത് വിജയ് ഭാര്യ സംഗീത സ്വർണലിംഗവുമായി വിവാഹമോചന നടപടികളിലൂടെ കടന്നു പോകുമ്പോൾ എന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ്. പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവരുടെ വിവാഹമോചന കേസിലെ വാദം കേൾക്കൽ ഏപ്രിലിൽ നടക്കും. മെയ് 4 ഫലം പ്രഖ്യാപിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ വിജയുടെ ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിപരമായ പ്രഖ്യാപനവും ഉണ്ടാകൂ എന്ന് ആരാധകർക്കിടയിൽ വ്യാപകമായ സംസാരമുണ്ട്. AGS എന്റർടൈൻമെന്റ് CEO അർച്ചന കൽപ്പാത്തിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിലാണ് വിജയും തൃഷയും ഒരുമിച്ച് പങ്കെടുത്തത്. ഇതിനുശേഷമാണ് പുതിയ അഭ്യൂഹങ്ങൾ വരാനും തുടങ്ങിയത്. സൽക്കാരത്തിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഓൺലൈനിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. ഈ വിവാഹ അഭ്യൂഹങ്ങളെക്കുറിച്ച് വിജയോ തൃഷയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് ഇരുവരും മുൻപും മൗനം പാലിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാണ് വിജയ്. അതേസമയം തന്നെ വിജയുടെ ഒപ്പമുള്ളവർ ചെയ്യുന്ന സൈബർ ആക്രമണങ്ങളെക്കുറിച്ച് നടന്റെ പിതാവ് SA ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു. കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ട്വിറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ വിജയിയുമുണ്ട്. വിജയ്ക്ക് പുറത്ത് നടക്കുന്നതൊന്നും അറിയില്ല. ഒരു ഇരുമ്പ് കൂട്ടിനുള്ളിലാണ് ഇപ്പോഴുള്ളത്. ഇവർ വാർത്തയുണ്ടാക്കുന്നു. ഉദാഹരണമായി എന്നെ എടുത്താൽ വിജയുടെ അച്ഛൻ ഈ സ്ഥലത്ത് വെച്ച് വിജയെക്കുറിച്ച് മോശം സംസാരിച്ചു എന്ന് പോസ്റ്റ് ഉണ്ടാക്കും. ഇല്ലാത്ത കാര്യം അവർ ഉണ്ടാക്കും. രാവിലെ മുതൽ വൈകുന്നേരം വരെ അത് ഷെയർ ചെയ്യിക്കുന്നു. വിജയ് ഇത് കാണും. അങ്ങനെ കള്ളം സത്യമായി മാറുമെന്നും SA ചന്ദ്രശേഖർ പറഞ്ഞു. ഒരു കാലത്ത് അച്ഛനായിരുന്നു വിജയ്ക്കെല്ലാം. നായകന് വേണ്ട സ്ക്രീൻ പ്രസൻസോ അഭിനയ മികവോ ഇല്ലെന്ന് പറഞ്ഞ് പല ഫിലിം മേക്കേഴ്സും വിജയ് തുടക്കകാലത്ത് തള്ളിക്കളയുകയാണ് ഉണ്ടായത്. അവഗണനകളും പരിഹാസങ്ങളും വിജയെ അക്കാലത്ത് ബാധിച്ചു. എന്നാൽ മകനെ വെച്ച് SA ചന്ദ്രശേഖർ സിനിമകൾ ചെയ്തു. SA ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത നാളെ തീർപ്പ് എന്ന സിനിമയിലേക്കാണ് വിജയ് ആദ്യം നായകനായി അഭിനയിക്കുന്നത്. അന്ന് 18 വയസ്സാണ് വിജയുടെ പ്രായം. മറ്റ് ഫിലിം മേക്കേഴ്സുമായി സംസാരിച്ച് വിജയ്ക്ക് അവസരങ്ങൾ നൽകി. 90കളുടെ അവസാനത്തിലാണ് വിജയ്ക്ക് വലിയ വിജയം നേടി സിനിമകൾ ലഭിക്കുന്നത്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ വിജയ് സൂപ്പർ താരമായി വളർന്നു. ഇതോടെ അച്ഛന് വിജയിലുള്ള സ്വാധീനം കുറഞ്ഞു. വിജയ്ക്ക് ചുറ്റും അനുയായികളുണ്ടായി. അച്ഛനെ പോലും ഇവർ വിജയിൽ നിന്നും അകറ്റി നിർത്തിയെന്നും വാദമുണ്ട്. വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണമെന്നും പിതാവ് ആഗ്രഹിച്ചിരുന്നു. വിജയുടെ പേരിൽ 2017 SA ചന്ദ്രശേഖർ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ വിജയ് പിതാവിനെതിരെ അന്ന് കേസ് കൊടുത്തു. ഇന്ന് സ്വന്തമായി പാർട്ടി രൂപീകരിച്ച വിജയ് പക്ഷേ പിതാവിനെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. വിജയും അനുയായികളുമാണ് രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിന് ഒരുങ്ങുകയാണ് വിജയുടെ TVK പാർട്ടി.